അച്ഛൻ മകനോട് ഭാര്യ ഉപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും യമുനയുടെ ഭർത്താവ് യമുനെ ഉപേക്ഷിക്കാം. ഇത് തന്നെയാണ് സർ ഞാൻ കിച്ചുവിനോടും ചോദിച്ചത്. അച്ഛന്റെ വാക്ക് കേട്ട് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നവൻ പുരുഷനാണോന്ന് വരെ കിച്ചുവിന്റെ മുഖത്ത് നോക്കി എനിക്ക് ചോദിക്കേണ്ടി വന്നു. അപ്പോ ശ്രീമംഗലത്തൊരു കോലാഹലം തന്നെ നടന്നിട്ടുണ്ട്. കൊള്ളാം. എന്നിട്ടും അച്ഛനെ ധിക്കരിക്കാനുള്ള ധൈര്യം കിച്ചുവിനുണ്ടായിട്ടില്ല സർ. അതോടെ ഞാൻ തന്നെയാ തീരുമാനിച്ചത്, ഇങ്ങനൊരു പേടിത്തൊണ്ടനായ ഭർത്താവിനെ എനിക്ക് എന്തിനാണെന്ന്. അല്ല, എന്നുവെച്ചാ ഡിവോഴ്സ് ആവശ്യപ്പെട്ടതും യമുന തന്നെയാണെന്നാണോ? അതെ സർ, ഞാൻ ആവശ്യപ്പെട്ട ഉടനെ കിച്ചു അത് സമ്മതിച്ചു എന്നുള്ളതാ മറ്റൊരു സത്യം. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനും എന്റെ കുഞ്ഞും അവനൊന്നും അല്ലാന്ന് അതോടെ എനിക്ക് മനസ്സിലായി. ജോയിന്റ് പെറ്റീഷനാ, അതുകൊണ്ട് ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും സർ. അതോടെ ഞാൻ സ്വതന്ത്രയാവും. അല്ല, ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ജീവിക്കണ്ടേ? കുഞ്ഞിനെ വളർത്തണ്ടേ? വേണം സർ. ആരുടെ മുമ്പിലും തലകുനിക്കാതെ തന്നെ ജീവിക്കണം. ഒരല്ലലും അറിയിക്കാതെ എന്റെ കുഞ്ഞിനെ അന്തസ്സായി വളർത്തി ശ്രീമംഗലത്തുകാർക്ക് കാണിച്ചു കൊടുക്കണം. ഇവളെ കയ്യിലെടുത്ത് ശ്രീമംഗലത്തുകാർക്കെതിരെ ആയുധമാക്കാൻ പറ്റിയ അവസരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് യമുന. പെൺകുട്ടികളായാലും ഇങ്ങനെയായിരിക്കണം. പ്രതിസന്ധികളിൽ തളരാതെ ഇതുപോലെ ആത്മവിശ്വാസത്തോടെ മുന്നേറണം. യമുന എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ. എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിരിക്കും. അതിന് നമ്മൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയവരല്ലേ സർ? ഈ കോഫി തീരുന്നതിനപ്പുറം നമ്മുടെ സൗഹൃദത്തിന് ആയുസുണ്ടോ? പിന്നെന്താ? ആദ്യം യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നവർ പിന്നീട് സ്വാഭാവികമായി തമ്മിൽ കാണും. കോഫികൾ വീണ്ടും ഓർഡർ ചെയ്യും. അങ്ങനെയല്ലേ യമുന സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത്? ശരിയല്ലേ? കോഫി കുടിക്കും. നമുക്കെന്നാ പുറത്തേക്ക് ഇറങ്ങിയാലോ? യമുന, ഇതിലെൻ്റെ നമ്പറുണ്ട്. എപ്പോൾ കാണണമെന്ന് തോന്നിയാലും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. താങ്ക് യു സർ. അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വിരോധമില്ലെങ്കിൽ ഈ സാറെ വിളിയൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം. സിയാദ് വിളിച്ചാൽ മതി. അയ്യോ, അതാ എനിക്കിഷ്ടം. എന്താ, അങ്ങനെ വിളിച്ചൂടെ? ഓക്കെ ഓക്കെ സർ. ഗുഡ്. അങ്കിൾ, എന്താ അങ്കിൾ കാണണോന്ന് പറഞ്ഞേ? അത് മോളെ, നീ ഒരു അപകടം പിടിച്ച ജോലി ഏറ്റെടുത്ത് പോയതല്ലേ? എന്തായെന്നറിയാഞ്ഞിട്ട് ഒരു ടെൻഷൻ. ഞാൻ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക അങ്കിൾ. ഗംഗയും സിയാദിനെയും തമ്മിൽ അകറ്റാനുള്ള ആദ്യത്തെ തുറുപ്പുചീട്ട് ഞാൻ ഇറക്കി കഴിഞ്ഞു. കൈവിട്ട കളിയാ മോളെ. കൂടുതൽ ആപത്തിലേക്കും അപവാദങ്ങളിലേക്കും കാര്യങ്ങൾ പോവരുത്. ഇല്ല അങ്കിൾ, മാനവും ജീവനും പണയം വെച്ചുള്ള കളിയാണെങ്കിലും നേരും നിറയും നമ്മുടെ ഭാഗത്തായതുകൊണ്ട് അന്തിമ വിജയവും നമുക്ക് തന്നെയായിരിക്കും. എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. എന്റെ ജീവൻ പോലും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ട് നിനക്കൊരാപത്ത് വരാൻ പാടില്ല. ഇല്ല അങ്കിൾ, അങ്കിൾ ധൈര്യമായിട്ടിരുന്നോ. സിയാദിനെ ഗംഗയും ശത്രുക്കളാക്കി സിയാദിന്റെ കയ്യിൽ നിന്ന് അങ്കിളിനെതിരെയുള്ള അപവാദ തെളിവുകൾ വാങ്ങി നശിപ്പിച്ചിട്ടേ ഇനി യമുനയ്ക്ക് വിശ്രമമുള്ളൂ. എന്റെ കാര്യോർത്ത് അങ്കിളിന് ടെൻഷൻ വേണ്ട. നമ്മൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ആരും അറിയാതിരുന്നാ മതി, പ്രത്യേകിച്ച് സിയാദും ഗംഗയും. ഇല്ല മോളെ, അതൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. എന്നാ ഞാൻ ചെല്ലട്ടെ. മോളെ, വേറൊരു കാര്യം കൂടെ പറയാനാ അങ്കിള് നിന്നെ കാണണമെന്ന് പറഞ്ഞത്. എന്താ?
അത് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ നിന്റെ ലക്ഷ്മി അമ്മ അങ്കിളിനോട് പിണക്കത്തിലാണ്. മിണ്ടുന്നു പോലുമില്ല. അന്നേ അങ്ങനൊരു സൂചന ലക്ഷ്മിയമ്മ എനിക്ക് തന്നിരുന്നു. പക്ഷേ മരുമകൾക്ക് വേണ്ടി ലക്ഷ്മിയമ്മ ഇത്രയും ദിവസം പ്രിയപ്പെട്ട ഭർത്താവിനോട് പ്രതിഷേധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇതുവരെ ഇങ്ങനൊരു അകൽച്ച ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ അവള് മിണ്ടിയില്ലെങ്കിൽ ആകെപ്പാടെ ഒരു വീർപ്പൂട്ടല. മനസ്സിലായി. എപ്പോഴും അടയും ചക്കരയും പോലെ കഴിഞ്ഞവരല്ലേ. അങ്കിളിനേക്കാളും വീർപ്പുമുട്ടല് ലക്ഷ്മിയമ്മയ്ക്കായിരിക്കും. എന്നിട്ടും അവൾ വിട്ടുതരുന്നില്ലല്ലോ. അതാണ് ഈ മരുമകളുടെ സ്വാധീനം. എന്തായാലും എനിക്ക് വേണ്ടി ഈ പിണക്കം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്കിള് സമാധാനായിട്ടിരുന്നു. ഞാൻ ലക്ഷ്മിയമ്മയെ പോയി കണ്ട് സംസാരിച്ചോളാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് അവൾ അറിയണ്ട. അത് ഞാൻ പറയില്ല. എന്നാ ശരി അങ്കിൾ, ഞാൻ പോട്ടെ. യമുനെ, നീ എന്താ തിരിച്ചു വന്നേ? ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞല്ലേ നീ പോയത്? അങ്ങനെ ഞാൻ പറഞ്ഞു പാറു. ആർക്കും ഒരു ബുദ്ധിമുട്ടാവാൻ ഞാൻ ഇനി വരില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ. അപ്പോ അങ്കിള് നിന്നെ തിരിച്ചു വിളിച്ചോ? അങ്കിള് വിളിച്ചൊന്നുമില്ല. ഞാൻ ലക്ഷ്മിയമ്മ ഒന്ന് കാണണമെന്ന് തോന്നിട്ട് വന്നതാ. അത് നന്നായി. നീ പോയത് പിന്നെ ലക്ഷ്മിയമ്മ വലിയ സങ്കടത്തിലാ. അങ്കിളിനോടും അതിനുശേഷം അമ്മ മിണ്ടിയിട്ടേ ഇല്ല. ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് കൂടിയാ വന്നത്. ലക്ഷ്മിയമ്മ ഒന്ന് ആശ്വസിപ്പിക്കണം. ഇപ്പൊ വന്നത് നന്നായി. അങ്കിൾ ഇവിടെ ഇല്ലാത്ത സമയം. ലക്ഷ്മിയമ്മയോ? ലക്ഷ്മിയമ്മ മുറിയിലുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പാറു, ഞാൻ ആദ്യം ലക്ഷ്മിയമ്മ ഒന്ന് തനിച്ച് കാണട്ടെ. നിനക്ക് വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധ? നിങ്ങൾ സംസാരിക്കേ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. താങ്ക്സ്. ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യതകളുണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. ഞാൻ എപ്പോഴും ഇവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള അടുക്കളക്കാരിയായി മാറിയിരിക്കുക. ലക്ഷ്മിയമ്മേ, മോളെ, നീ വന്നോ? അമ്മൂൾ എവിടെ? മോളെ കൊണ്ടുവന്നില്ലേ ലക്ഷ്മിയമ്മേ? ഞാനിതുവഴി പോയപ്പോ ലക്ഷ്മിയമ്മ ഒന്ന് കാണാന്ന് കരുതി വെറുതെ കയറിയതാ. നിനക്കതിന് തോന്നിയില്ല. നന്നായി. നീയും മോളും പോയതിൽ പിന്നെ ഈ വീട് ഉറങ്ങി. ഞാനും ഈ മുറിന്ന് ഇറങ്ങാറില്ല. എന്താ ലക്ഷ്മിയമ്മ ഇത്? ഞാനും മോളും വരുന്നതിന് മുൻപ് ഈ വീട്ടിൽ സന്തോഷമേ ഉണ്ടായിരുന്നില്ലേ? ശ്രീമംഗലം തറവാടിന്റെ വിളക്ക് ലക്ഷ്മിയമ്മയാ. ആ അമ്മ ഇങ്ങനെ മുറിയിലടച്ചിരുന്ന ഇവിടുത്തെ വെളിച്ചവും സന്തോഷവും ഒക്കെ കെടും. വേണ്ട, നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട. എന്റെ മനസ്സ് തെളിയണമെന്നുണ്ടെങ്കിൽ നീയും അമ്മൂമ്മോളും ഈ വീട്ടിൽ തിരിച്ചു വന്നേ പറ്റൂ. വരാം ലക്ഷ്മിയമ്മേ, കുറച്ചു നാളോട് ക്ഷമിക്ക്. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ ഓട്ടത്തിലാ ഞാനിപ്പോ. കൃഷ്ണേട്ടൻ ഇപ്പോഴും എന്തൊക്കെയോ പ്രശ്നത്തിലാ. ഞാനൊന്നും ചോദിക്കാറില്ല. ചോദിച്ചാലും പറയാൻ പോകുന്നില്ല. പിന്നെന്തിനാ? ചുരുക്കി പറഞ്ഞ ഗോപാലകൃഷ്ണ മേനോനും ലക്ഷ്മിക്കുട്ടി അമ്മയും സൗന്ദര്യ പിണക്കത്തിലാണെന്ന് സാരം. സൗന്ദര്യ പിണക്കമൊന്നുമല്ല, ശരിക്കുള്ള പിണക്കം തന്നെയാ. നീ പോകുമ്പോ ഞാൻ പറഞ്ഞതല്ലേ, എന്നോട് അദ്ദേഹം തുറന്ന് സംസാരിക്കാതെ ഞാൻ മിണ്ടാൻ പോകുന്നില്ലെന്ന്. ഇത് ശരിയല്ല ലക്ഷ്മിയമ്മേ. ഇന്നലെ വന്ന മരുമകൾക്ക് വേണ്ടി ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച ഭർത്താവിനോട് ലക്ഷ്മിയമ്മ പിണങ്ങി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. അതിന്റെ ശാപം എനിക്കാ കിട്ടുക. നിനക്കിത് തമാശയാ. പക്ഷേ എനിക്കങ്ങനെയല്ല.
ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എല്ലാം അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷേ ഈ ഒരു കാര്യം മാത്രം എന്തിനാ അദ്ദേഹം എന്നിൽ നിന്ന് ഒളിക്കുന്നത്? നീ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിനക്കറിയാമോ എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന്? നീ എന്തെങ്കിലും അന്വേഷിച്ചോ? അന്വേഷിച്ചു ലക്ഷ്മിയമ്മേ. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാ. പക്ഷേ ഇപ്പൊ എന്നോട് ലക്ഷ്മിയമ്മ ഒന്നും ചോദിക്കരുത്. സമയമാവുമ്പോ ഞാൻ തന്നെ എല്ലാം ലക്ഷ്മിയമ്മയോട് പറയാം. ശരി, ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി. കൃഷ്ണേട്ടൻ എന്നെങ്കിലും നിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുവോ? വിളിക്കും. എന്നെങ്കിലും അല്ല, ഉടനെ തന്നെ. ഇപ്പോ ഒരു കാര്യം മാത്രം ഞാൻ ലക്ഷ്മിയമ്മയോട് പറയാം. അങ്കിളിന് എന്നോട് ഒരു വെറുപ്പുമില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാനും നടത്തുന്ന ഒരു നാടകം മാത്രമായി ലക്ഷ്മിയമ്മ ഇതിനെ കണ്ടാ മതി. മതി, എനിക്ക് നിന്റെ നാവിൽ നിന്നും ഇത് കേട്ടാ മതി. സന്തോഷായി മോളെ. ഈ വീടിന് വീണ്ടും ജീവൻ വെച്ചതായി തോന്നുക. ലക്ഷ്മിയമ്മയ്ക്ക് അങ്ങനെ തോന്നിയാൽ മാത്രം പോരാ, ആ ജീവൻ എല്ലാവർക്കും പകർന്നു നൽകുകയും വേണം. ആദ്യം ലക്ഷ്മിയമ്മ ചെയ്യേണ്ടത് അങ്കിളുമായിട്ടുള്ള ഈ പിണക്കമൊക്കെ മതിയാക്കി ഈ വീടിനെ ഒന്ന് ഉണർത്തുകയാ. അതോടെ എല്ലാം നല്ല രീതിയിൽ വന്നോളൂ. നീ പറഞ്ഞാൽ എനിക്കിനി അതിലപ്പുറം വേറെ ഒന്നുമില്ല. ഞാൻ എന്തു വേണോന്ന് നീ പറ, അതുപോലെ ചെയ്യാം. പറയാം. ലക്ഷ്മിയമ്മ വന്നേ. എവിടെ? അരുണേട്ടൻ അന്ന് പറഞ്ഞതാ ശരി. യമുന ഇവിടെ നിന്ന് പോയത് എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാ. നീ എന്താ ഇപ്പൊ പറയാൻ കാരണം? യമുന അങ്ങനെ വല്ലതും നിന്നോട് പറഞ്ഞോ? ഏയ്, എന്നോടവളൊന്നും വിട്ടു പറഞ്ഞില്ല. എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നതായും തോന്നി. അത് തന്നെ എന്റെ സംശയം. അല്ല, അങ്കിള് കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോയവളെന്തിനാ അങ്കിളും ലക്ഷ്മിയമ്മയും തമ്മിലുള്ള പിണക്കം മാറ്റാൻ വന്നത്? നമ്മൾ ആര് വിചാരിച്ചിട്ടും അവരെ തമ്മിൽ ഇണക്കാൻ പറ്റാഞ്ഞിട്ടാവോ? അവള് പോയതിന്റെ പേരിലല്ലേ അമ്മ അച്ഛനോട് മിണ്ടായിരിക്കുന്ന. അപ്പൊ പിന്നെ യമുന വന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനോട് ക്ഷമിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ കിച്ചു ആയിരിക്കും യമുനയോട് വരാൻ പറഞ്ഞത്. അങ്കിളിന്റെ ലക്ഷ്മിയമ്മയുടെ പിണക്കം മാറ്റിയാൽ ലക്ഷ്മിയമ്മ അങ്കിളിനോട് പറഞ്ഞ് യമുനെ തിരിച്ചു വിളിപ്പിക്കുന്നാവും അവന്റെ കണക്കുകൂട്ടൽ. അതെന്തെങ്കിലും ആയിക്കോട്ടെ പാറോ. നീ എന്തിനാ വെറുതെ അതാലോചിച്ച് തല പൊണ്ണാക്കുന്ന? അച്ഛൻ്റെയും അമ്മയുടെയും പിണക്കം മാറുന്നതിലോ യമുന ഇവിടേക്ക് തിരിച്ചു വരുന്നതിലോ നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. എനിക്കെന്ത് എതിർപ്പാ? പിന്നെ അന്യരോടെന്ന പോലെ നമ്മളോട് ഇതൊക്കെ മറച്ചു വെക്കുമ്പോഴാ ഒരു വിഷമം. അതിലൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല പാറോ. അതൊക്കെ ചിലരുടെ രീതികളാ. യമുന ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുന്നവരെ പറയുന്നതും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരടുക്കം ചിട്ടയുണ്ടാവും. നീയാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് 10 പേരോട് പറയും. ആഹാ, അത് ശരി. അപ്പൊ അരുണേട്ട എന്നെ കണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ? നന്നായി. അല്ലെങ്കിലും അവസാനം നിങ്ങളെല്ലാവരും ഒന്നാ, ഞാൻ മാത്രം പുറത്തും. പിണങ്ങാതൊരു ഭാര്യ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ല, യമുന അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയോ? എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ. അതിന് എന്റെ സമ്മതം എന്തിനാ? കാണേണ്ടവർക്ക് ചെന്നങ്ങ് കണ്ടാ പോരെ? വേണ്ട വേണ്ട, അരുണിനോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാ ചെയ്തു. ഓക്കെ, ശരി. ദാ ഈ ഗുളിക കഴിക്ക്. എന്താ പറഞ്ഞ? ഈ ഗുളിക കഴിക്കാൻ. കുറച്ചു ദിവസമായി ഇതവിടെ റൂമിലെങ്ങാനും വെക്കാറായിരുന്നല്ലോ പതിവ്. ഇന്നെന്ത് പറ്റി? ഇന്നിവിടെ യമുന വന്നിരുന്നു. അവള് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോടുള്ള പരിഭവം അവസാനിപ്പിക്കുക. ഓഹോ, അപ്പോ മരുമകളുടെ കയ്യിലാണ് നിന്റെ മനസ്സിന്റെ താക്കോൽ. അവളെ എന്തിനാ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പറയുന്നത് വരെ
നിങ്ങളോട് മിണ്ടരുതെന്ന് തന്നെയാ ഞാൻ എടുത്തിരുന്ന തീരുമാനം. പക്ഷേ അവള് തന്നെ എന്നോട് പറഞ്ഞു അച്ഛനുമായി പിണങ്ങിയിരിക്കരുതെന്ന്. ദാ അതിനർത്ഥം അവൾ എന്നെ മനസ്സിലാക്കിയതിന്റെ അത്രയും ഇയാൾ എന്നെ മനസ്സിലാക്കിയില്ലെന്നല്ലേ? ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് എന്നെക്കുറിച്ച് അങ്ങനെയാണ് കൃഷ്ണേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അമ്മൂമ്മോളെയും കൊണ്ട് യമുന പോയപ്പോ ഈ വീട് വീണ്ടും ഉറങ്ങിയതുപോലെയായി. അവളെയും കുഞ്ഞിനെയും ജീവന് തുല്യം സ്നേഹിച്ച കൃഷ്ണേട്ടന് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അതറിയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ചില കാര്യങ്ങൾക്ക് ഒരു മറ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. എന്നേക്കുമായിട്ടൊന്നുമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രം. യമുനയ്ക്ക് അത് മനസ്സിലായി കാണും. അതുകൊണ്ടാവും അച്ഛനോട് പിണങ്ങരുതെന്ന് അവൾ നിന്നോട് പറഞ്ഞത്. കൃഷ്ണേട്ടൻ യമുനയോട് വൈരാഗ്യം കാണിച്ചതിലേ എനിക്ക് പിണക്കമുള്ളൂ. അല്ലാതെ എന്നെ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിപ്പിച്ചു എന്നുള്ള പരാതി എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയെങ്കിൽ എനിക്കെന്താ? എനിക്കതിൽ പരിഭവമില്ല, പിണക്കവുമില്ല, സന്തോഷമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നീ എന്ന് എനിക്കറിയാം. പിന്നെ ഞാനതിനോട് പ്രതിഷേധിച്ച് നിന്നെ ചെറുതാക്കണ്ടല്ലോ എന്ന് കരുതിയാ ഇതുവരെ മിണ്ടാതിരുന്നത്. അല്ലാതെ എടോ ഞാനൊന്ന് സങ്കടം ഭാവിച്ച നീ എൻ്റെ അടുത്തേക്ക് ഓടി വരുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? സാറ് വിളിച്ചായിരുന്നോ? എന്താണ്? അല്ല കേട്ടില്ലായിരുന്നു. കേട്ടില്ലെങ്കിൽ പിന്നെ എഴുന്നള്ളി വന്നത് എന്തിനാണ്? സാറിന് ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് തോന്നും, അങ്ങനെ തോന്നിയിട്ട് വന്നാണ്. ഒരു നേരത്ത് നിങ്ങളൊന്നും വിളിച്ചാൽ കിട്ടില്ലല്ലോ. വലിയ കഷ്ടമാണ്. വെറുതെയാണ് ഗവൺമെന്റ് ശമ്പളം വായിക്കുന്നത് നിങ്ങൾ. സാറേ, ഞാൻ സർവീസ് സംഘടനയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നാ പിന്നെ ആ പണി ചെയ്താൽ മതിയല്ലോ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഈ ഫയലോടെ മണ്ഡലത്തിയുടെ മേശപ്പുറത്ത് കൊടുത്തു. സാറേ, ഇത് ശീതളൻ സാറിന്റെ ടേബിളിലേക്കുള്ളതല്ലേ? അയാളുടെ അടുത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? അയാളത് മേശനായിട്ട് ചായ എടുത്തു വെച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾക്കിത് എന്ത് പറ്റി? രാവിലെ മുതൽ തലയ്ക്ക് തീ പിടിച്ച പോലുള്ള നടപ്പാണല്ലോ. അതേടി, തലയിൽ തീയ. കല്യാണം കഴിച്ച അയച്ച മകള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയി. അത് ശരി, നിങ്ങളല്ലേ പറഞ്ഞത് അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാവുമെന്ന്. അങ്ങനെയാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോ മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? കിച്ചുവും മാളും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അവള് വലിയ സന്തോഷത്തിലുവാ. പിന്നെന്താ? ആ, അവളുടെ ഈ സന്തോഷം തന്നെ അടി പ്രശ്നം. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പെണ്ണ ടിവിയിൽ മറുമായവും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണോ വലിയ പ്രശ്നം? ഇത് അവളുടെ സ്വന്തം വീടല്ലേ. ഭർത്താവുമായി പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവള് സന്തോഷിക്കുന്നതിൽ എന്താ? ഭർത്താവുമായി ഒരു പ്രശ്നവുമില്ലെന്ന് അവള് പറയുന്നതല്ലേ. കിച്ചു ഒരു ദിവസം പോലും അവളെ തിരക്കി ഇവിടെ വന്നില്ലല്ലോ. നിന്റെ മോള് ദിവസവും 2-3 തവണ കാറും എടുത്ത് പുറത്തു പോകുന്നത് അവനെ കാണാനുമല്ല. പിന്നെ അതിപ്പോ ഞാനങ്ങനെ നിന്നോട് പറയുന്നത്, എടി ഏതോ ഒരുത്തനുമായി നമ്മുടെ മോള് അവിടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടുവെന്ന് പലരും എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുക. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഒരിക്കലുണ്ടാക്കിയ മനക്കേട് തീർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വീണ്ടും തുടങ്ങിയോ അവള്? ഇത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളു കാര്യം. നിൽക്കവിടെ, എടുത്തു ചാടി അതും ഇതും ചോദിച്ച് കുളവാക്കരുത് നീ. മാളുവിന്റെ സ്വഭാവം നിനക്കറിയാവല്ലോ. ഇഷ്ടപ്പെടാത്തത് ചോദിച്ചാൽ ആ നിമിഷം അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എന്ന് വെച്ച് തോന്നിയാസം കാണിച്ച മിണ്ടാതിരിക്കണോ? എന്നല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആദ്യം അറിയേണ്ടത് അവൾ പുതിയതായി കണ്ടുപിടിച്ചവൻ ആരാണെന്നാ. ഹായ് സിയാദ്, ഇതൊരു സർപ്രൈസ് കോൾ ആണല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷിച്ച് യമന? ഒരു നല്ല വിശേഷമുണ്ട്. അതിന്റെ സന്തോഷം ആരുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഈ വിളി. ആഹാ, അപ്പോ നമ്മൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമുണ്ട്. വിശേഷം പറ, ഞാനും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ. അത് വേണ്ട,
കാര്യം എന്താന്ന് നേരിട്ട് പറയാം. അല്ല, ഞാനങ്ങോട്ട് വരട്ടെ? പിന്നെന്താ, ഒന്ന് നേരി കാണാൻ പറ്റുമെന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. അപ്പൊ 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ ഓക്കെ ഓക്കേടാ, വയ്ക്കട്ടെ. ആരടി വിളിച്ചത്? സിയാദ്. അമ്മയ്ക്ക് ആളെ അറിയില്ല. നീയും അവനുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ അടുത്ത ബന്ധമൊന്നുമില്ല. ഈ അടുത്തിടയ്ക്ക് പരിചയപ്പെട്ടതാ. എന്നിട്ടാണോ നീ ഇപ്പൊ അവൻ വിളിച്ചെടുത്ത് ചെല്ലാന്ന് പറഞ്ഞത്? അത് ശരി. അപ്പൊ അമ്മ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നല്ലേ? നേരിൽ കാണണമെന്ന് പറഞ്ഞത് സിയാദല്ല, ഞാനാണ്. എന്തിനാ നീ അവനെ കാണുന്നത്? അമ്മേ, ഞാൻ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. ഒരു കുഞ്ഞിന്റെ അമ്മയാ. ഞാൻ ഒരാളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും കാര്യത്തിനായിരിക്കും. എന്ത് കാര്യം? നിന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്കിപ്പോ ഒരു ഭർത്താവുണ്ട്. അവൻ അറിയാതെ വേറൊരുത്തനെ കാണാൻ പോകുന്നത് ഒരു നല്ല പെണ്ണിനോ ഒരു നല്ല ഭാര്യയ്ക്കോ ചേർന്നതല്ല. കിച്ചു അറിയാതെയാ ഞാൻ സിയാദിനെ കാണുന്നതെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? അച്ഛനോട് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ചില ലക്ഷ്യങ്ങളുമായ ശ്രീമംഗലത്ത് നിന്ന് ഇറങ്ങി വന്നത്. അച്ഛനോടും അമ്മയോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എനിക്കിവിടെ ഇടയ്ക്കിടെ പുറത്തു പോകേണ്ടതായും ചിലരെ കാണേണ്ടതായും ഒക്കെ വരും. അച്ഛനും അമ്മയ്ക്കും അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഞാനിപ്പോൾ തിരിച്ചു വരുമ്പോൾ അതങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. ഞാനും എൻ്റെ മോളും മറ്റേതെങ്കിലും ഷെൽട്ടർ നോക്കിക്കോളാം.